നമസ്കാരം. നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്ന അടിസ്ഥാന തൊഴിലാളികളായ ആശാവർക്കർമാർ മാസങ്ങളായി സമരമുഖത്തും തലമുടി വെട്ടിയും റോഡിലുരുണ്ടുമൊക്കെ യുദ്ധം നടത്തുന്നത് ഒരു ദിവസം പണിയെടുക്കുന്നതിന് 750 രൂപ കൂലി വേണം എന്നാവശ്യപ്പെട്ടാണ്. സർക്കാർ പറയുന്നു അത് കൂടുതലാണ്, നൽകില്ല എന്ന്. ഇപ്പോഴിതൊരു ഡോക്ടർ തുറന്നു പറഞ്ഞിരിക്കുന്നു. രോഗികളെ ചികിത്സിക്കാനുള്ള ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് രോഗികൾ മരിക്കുന്നുവെന്ന്. ഈ വാർത്തകൾക്കിടയിലാണ് ഏറ്റവും പുതിയൊരു വിശേഷം നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിൻ്റെ ഊൺമുറി അല്ലെങ്കിൽ ഡൈനിങ് ഹാൾ മോടി പിടിപ്പിക്കാൻ 7,40,00,000 രൂപ കൊടുക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി കൊടുത്തിരിക്കുന്നു. ഈ നിയമസഭാ മന്ദിരത്തിന് ഒരു കുഴപ്പവുമില്ല. പണ്ടേ പണി പൂർത്തിയായതാണ്. അവിടുത്തെ ഡൈനിങ് ഹാളിലിരുന്ന് ആരാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ മാത്രമാണ് MLA മാർ അങ്ങോട്ട് വരുന്നത്. അല്ലാത്തപ്പോൾ MLA മാർ MLA ഹോസ്റ്റലിലും മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലുമാണ്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും പരിസര പ്രദേശത്ത് ക്യാൻറ്റീനും ഇന്ത്യൻ കോഫി ഹൗസും ഒക്കെ ഉണ്ട്. അവിടെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഡൈനിങ് ഹാൾ ഒരു അലങ്കാരത്തിന് വേണ്ടി പണിതിട്ടിരിക്കുന്നതാണ്. വല്ലപ്പോഴും ഇഫ്താർ വിരുന്നും മറ്റും നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രം. അത് അന്നേ പണി പൂർത്തിയാക്കിയതാണ്. ഇപ്പോൾ അത് മോടി പിടിപ്പിക്കാൻ 7.5 കോടി രൂപ ചെലവാക്കുന്നു. ഇറ്റാലിയൻ മാർബിളൊക്കെ പാകി നല്ല ലൈനിങ് ഒക്കെ പാകി പണിയെടുക്കാനാണ് ഈ കോടികൾ മുടക്കുന്നത്. പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. താൻ രാജാവാണെന്നും തൻ്റെ പ്രജകളാണ് ചുറ്റിനുമുള്ളത് എന്നും വിശ്വസിക്കുന്ന പിണറായിക്ക് ഇങ്ങനെയൊക്കെ മാത്രമേ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ. എന്നാൽ മറുഭാഗത്ത് പാവപ്പെട്ട രോഗികൾ ചികിത്സ കിട്ടാതെ മരിച്ചു വീഴുകയാണ്. ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ സഹികെട്ട് തന്നെ പണി തെറിച്ചാലും വേണ്ടില്ല, താൻ ഇതിനൊരു പരിഹാരമുണ്ടാക്കും എന്ന് പറഞ്ഞ് അവസാനത്തെ വാതിലായി തുറന്നുവിട്ട ഭൂതമാണ് ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നത്. ഹാരിസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടറെ അറിഞ്ഞവർ ഒരുമിച്ച് ഞെട്ടി. ഒരിക്കൽ പോലും പാർട്ടിയെ തള്ളിപ്പറയാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളാണ് ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിൻ്റെ ഉപ്പ കുമ്മിൾ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അക്കാലത്താണ് കുമ്മിൾ ആക്രമണ കേസുണ്ടായിരുന്നത്. അന്നു മുതൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഡോക്ടർ ഹാരിസിൻ്റെ കുടുംബത്തെ അറിയാം. മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ ഹാരിസ് ഹസിൻ്റെ കുടുംബം. ഹാരിസിൻ്റെ ഉമ്മ കമലേശ്വരം സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അക്കാലത്ത് ഭീമാപ്പള്ളിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ അവിടെ പോയി അവരെ ബോധവൽക്കരിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിക തീവ്രവാദികൾ മൃതപ്രായയാക്കിയ സ്ത്രീയാണ് ഹാരിസിൻ്റെ ഉമ്മ. സർക്കാർ ചെലവിൽ പഠിക്കുന്നത് കൊണ്ട് നീ സർക്കാരിന് സേവനമനുഷ്ഠിക്കണം, സ്വകാര്യ ആശുപത്രികളുടെ പണി തേടി പോവരുതേ എന്ന് ഉപ്പ പറഞ്ഞത് ഇപ്പോഴും അക്ഷരം പ്രതി പാലിക്കുകയാണ് ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിൻ്റെ പെങ്ങളെയാണ് കരമന ഹരി എന്ന തിരുവനന്തപുരത്തെ പ്രമുഖനായ കമ്മ്യൂണിസ്റ്റുകാരൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. കരമന ഹരിക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ മെഡിക്കൽ കോളേജിൽ വലിയ പ്രിവിലേജ് കിട്ടേണ്ടതാണ്. ആ പ്രിവിലേജൊക്കെ കിട്ടുന്നുമുണ്ടാവാം. എന്നാൽ കരമന ഹരിക്ക് അളിയനായ ഡോക്ടർ ഹാരിസിൻ്റെ അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ OP ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കണം. യൂറോളജി വിഭാഗത്തിൽ ഒരിക്കൽ അപ്പോയിൻമെൻറ്റിന് ശ്രമിച്ചപ്പോൾ ഡോക്ടർ ഹാരിസ് കരമന ഹരിയോട് പറഞ്ഞു, അളിയ, ഞാൻ വീട്ടിൽ രോഗികളെ കാണില്ലെന്ന്. ഇക്കാര്യം കരമന ഹരി തന്നെയാണ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. ആ മനുഷ്യൻ തൻ്റെ സേവനം ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ അവധിയെടുക്കാറില്ല. ഡോക്ടർമാർക്ക് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ ഇഷ്ടം പോലെ ലീവും ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞായറാഴ്ച അടക്കം സകല ദിവസവും ജോലിക്ക് പോകും. രാവിലെ പണിയെടുക്കാൻ പോയാൽ രാത്രി 10 മണി വരെ പണിയെടുക്കുന്ന ആളാണ് ഡോക്ടർ ഹാരിസ്. ഒരിക്കൽ പോലും OP വൈകി എത്താതിരിക്കാൻ കാറ് വഴിയിൽ ബ്ലോക്ക് ആകുമോ എന്ന് ഭയന്ന് ബൈക്കിന് യാത്ര ചെയ്യുന്ന സാധാരണക്കാരൻ. ഇതെല്ലാം സർക്കാർ ശമ്പളത്തിലപ്പുറം 1 രൂപ പോലും കൈപ്പറ്റാതെ, ശസ്ത്രക്രിയകൾക്കും മറ്റും ഉപകരണമില്ലാതെ അത് മുടങ്ങാതിരിക്കാൻ തൻ്റെ കയ്യിൽ നിന്നും രോഗികൾക്ക് വേണ്ടി പണം മുടക്കുന്ന ഡോക്ടർ. ഒരിക്കൽ പരിചയപ്പെട്ടവർ ഒരിക്കലും മറക്കാത്ത അത്യപൂർവ മനുഷ്യൻ. അങ്ങനൊരു മനുഷ്യൻ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നെങ്കിൽ അത്ര ഗതികെട്ട അവസ്ഥയിലാണ് സർക്കാർ ആശുപത്രി സംവിധാനം എന്ന് തീർച്ച. ഇപ്പോഴും തൻ്റെ നിലപാട് തിരുത്താതെ, എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ പിതൃതുല്യനാണ് എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസിനെ തീർക്കാൻ സൈബർ ഗുണ്ടകൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സർക്കാരിന് മാനക്കേടും നാണക്കേടും ഉണ്ടാക്കിയ ഡോക്ടർ ഹാരിസിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് പിണറായി വിജയനും സംഘവും പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. എല്ലാ വാതിലുകളും മുട്ടിയിട്ടും ഒന്നും തുറക്കാതെ വന്നപ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് താൻ ഇങ്ങനെ നിലപാടെടുത്തത് എന്ന് ഹാരിസ് പറയുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തോട് പക വീട്ടാനിറങ്ങിയാൽ ഓർക്കുക,
വിനാശകാലെ വിപരീത ബുദ്ധി എന്ന പഴഞ്ചൊല്ല്. പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെ CPM-നുള്ളിൽ വലിയ കലാപവും പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ അത് പ്രതിഫലിച്ചു. പിണറായിയും കൂട്ടരും പ്രീണന രാഷ്ട്രീയം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുവഴി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഗുണവുമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അത്തരം സാധാരണ മനുഷ്യരുടെ പ്രചോദനമായി മാറുകയാണ് ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരന് മനം നൊന്ത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നെങ്കിൽ അതിൻ്റെ വില പിണറായി വിജയൻ കൊടുക്കേണ്ടി വരും. പിണറായി കഴിഞ്ഞ 10 വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം മുഴുവൻ ഏതു നിമിഷവും തകർന്നു വീഴും. ഓരോ സാധാരണ മനുഷ്യൻ്റെയും കണ്ണീരിൽ കെട്ടിപ്പൊക്കിയതാണ് ഈ ചീട്ടുകൊട്ടാരമെന്ന് പിണറായി ഓർത്താൽ നല്ലത്. ഡോക്ടർ ഹാരിസിനെതിരെ നടത്തുന്ന ഓരോ നീക്കവും പറയുന്ന ഓരോ വാക്കവും പിണറായിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാവും എന്ന് മറക്കാതിരുന്നാൽ നല്ലത്. ആരോഗ്യമേഖലയിലെ ദുരവസ്ഥയുടെ കൃത്യമായ ചിത്രമറിയണമെങ്കിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ MD ആയി ജോലി ചെയ്ത് ഈ അടുത്ത കാലത്ത് സിവിൽ സർവീസിൽ നിന്ന് പടിയിറങ്ങിയ ഡോക്ടർ ബിജു പ്രഭാകർ പറയുന്നത് കേൾക്കണം. ബിജു പ്രഭാകർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, അദ്ദേഹം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ MD ആയി ജോലിക്ക് ചെയ്യുമ്പോൾ ആശുപത്രികളിൽ വാരിക്കൂട്ടിയിരുന്ന ശസ്ത്രക്രിയാ നൂലുകളെക്കുറിച്ചാണ്. ഒരു പ്രത്യേകതരം കമ്പനിയുടെ നൂലുകൾ വാരിക്കൂട്ടും. ഡോക്ടർമാർ അതുപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗി വെളിയിലിറങ്ങുമ്പോഴേക്കും അത് പൊട്ടിപ്പോകും. അത്തരത്തിൽ അഴിമതിക്ക് വേണ്ടി മാത്രം സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ദുരുപയോഗിക്കുന്നു. മെഡിക്കൽ കോളേജ് വികസന സമിതി എന്ന പേരിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയുടെ ഇരകളാണ് പാവപ്പെട്ട രോഗികൾ. സഹികെട്ട് ഒരു വാതിലും തുറക്കാതെ വന്നപ്പോഴാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഹാരിസ് ഇറങ്ങിയത്. ആ ഹാരിസിനെ തീർക്കാനാണ് നിങ്ങൾ സൈബർ ഗുണ്ടകളെ ഇറക്കുന്നതെങ്കിൽ, നിങ്ങൾ നേതാക്കൾ പരസ്പരം മത്സരിച്ച് സംസാരിക്കുന്നതെങ്കിൽ ഓർത്തോളൂ, ഇത് പിണറായിയുടെ നാശത്തിൻ്റെ തുടക്കം തന്നെ.